ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ചെലവും വരവും ഒക്കെ ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രിയ പ്രേക്ഷകരെ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം നടത്തുന്ന വിദേശയാത്രകൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷം വലിയ വിമർശനമാണ് നരേന്ദ്രമോദിയുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ഇത്തരം ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ, യാത്രകൾ അതെല്ലാം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാറുന്ന ലോകക്രമത്തിൽ തീർച്ചയായും സൗഹൃദ രാജ്യങ്ങളുടെ പട്ടികയിലൊക്കെ മാറ്റങ്ങളുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ ഒക്കെ നടത്തേണ്ടതായും വരും. ഇതാ രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് കൂടിയുള്ള അല്ലെങ്കിൽ മലയാളിയായ MP ആയിട്ടുള്ള V. ശിവദാസൻ, അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് എന്നിവർ ഉന്നയിച്ച ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റ നൽകിയ മറുപടി, അത് പ്രകാരമുള്ള വിവരങ്ങൾ ആണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ചോദ്യത്തിനുള്ള മറുപടിയിൽ 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വിദേശയാത്രകൾ നടത്തുന്നതിനായി എത്ര രൂപ ചെലവഴിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ 558.01 കോടി രൂപ ആണ് ഇതുവരെയുള്ള കാലയളവിൽ 2021 മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി ഖജനാവിൽ നിന്ന് മാറ്റിവെക്കേണ്ടതായി വന്നത് എന്നതാണ് രാജ്യസഭയിൽ മന്ത്രി നൽകിയ മറുപടിയുടെ ഉള്ളടക്കം. 2026 അതായത് ഈ വർഷം ഓഗസ്റ്റ് വരെ 74.59 കോടി രൂപ ആണ് വിദേശ സന്ദർശനങ്ങൾക്കായി മാറ്റിവെച്ചത് എന്നുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ വർഷവും അതായത് 2021 മുതൽ വിവിധ വർഷങ്ങളിൽ നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യങ്ങളുടെ പട്ടിക കൂടി ഒന്ന് പരിശോധിക്കാം. 2021 മുതലുള്ള ഡേറ്റയാണ് ആവശ്യപ്പെട്ടത്. 2021 നരേന്ദ്രമോദി 4 വിദേശ രാജ്യങ്ങൾ ആണ് സന്ദർശിച്ചത്. 2022 10 വിദേശ രാജ്യങ്ങളിൽ മോദി സന്ദർശനം നടത്തി. 2023 11 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി. 2024 18 വിദേശ രാജ്യങ്ങൾ ആണ് നരേന്ദ്രമോദി സന്ദർശിച്ചത്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത് 2025 ആണ്. അതുപ്രകാരം 23 രാജ്യങ്ങളിൽ ആണ്. നമുക്കറിയാം പശ്ചിമേഷ്യയിലെ സംഘർഷം, അതിനു മുമ്പുണ്ടായ പശ്ചാത്തലം, അതോടൊപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം, ഇങ്ങനെ ലോക സാഹചര്യങ്ങൾ മാറിമറിഞ്ഞ വേളയിലും അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ ഉണ്ടായ പശ്ചാത്തലത്തിലുമൊക്കെ നിരവധി വിദേശ രാജ്യങ്ങളിൽ നരേന്ദ്രമോദി കൂടുതലായി സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഇതാ 2026 ഓഗസ്റ്റ് വരെയുള്ള സന്ദർശനത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി 13 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. മലേഷ്യ, ഇസ്രയേൽ, UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി, ഫ്രാൻസ്, സ്ലോവാക്യ, സീഷെൽസ്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ ആണ് ഇതിനോടകം സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 25 രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം സന്ദർശനം നടത്തി. ഇപ്പോൾ തന്നെ 13 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചെലവിൻ്റെ മറ്റു കണക്കുകളിലേക്ക് പോകുമ്പോൾ 2026 ഇതുവരെയുള്ള യാത്രകളിൽ ഏറ്റവും ചെലവേറിയ യാത്ര എന്നത് നോർവേയിലേക്കുള്ള യാത്രയായിരുന്നു. 17,47,00,000 രൂപ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെട്ട സംഘത്തിന് നോർവേ യാത്രയ്ക്കായി ചെലവഴിക്കേണ്ടതായി വന്നത്. പിന്നീട് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ യാത്രയ്ക്കാണ് ചെലവേറിയത് 11,92,00,000. സീഷെൽസ് യാത്രയ്ക്കായി മുടക്കിയത് 8,22,00,000 രൂപയാണ്. അതോടൊപ്പം തന്നെ സ്വീഡൻ 6 കോടി, മലേഷ്യ 5 കോടി, ന്യൂസിലാൻഡ് 5 കോടി. ഈ നിലയിൽ ആണ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പുറത്തു വന്നിട്ടുള്ളത്. ഫ്രാൻസിൽ നടത്തിയ സന്ദർശനത്തിൻ്റെ കണക്കുകൾ ലഭ്യമായിട്ടില്ല, അത് പൂർണ്ണമായും കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വിവരം കൂടിയാണ് പങ്കുവച്ചത്. ഇനി 2025 പോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ വിദേശയാത്രകൾ നടത്തിയത് 2025 ആണ് എന്ന്. 2025 മാത്രം നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്ക് വേണ്ടി ചെലവാക്കപ്പെട്ടത് 187 കോടി രൂപ ആണ് എന്നതാണ്. അതിൽ തന്നെ ഫ്രാൻസ് സന്ദർശനം ആയിരുന്നു 2025 ഏറ്റവും ചെലവേറിയ സന്ദർശനം. 25.6 കോടി രൂപ ചെലവഴിച്ചു. ബ്രസീൽ സന്ദർശനത്തിന് 17 കോടി രൂപ, അമേരിക്കൻ സന്ദർശനത്തിന് 16 കോടി രൂപ, സൗദി അറേബ്യയുടെ സന്ദർശനത്തിന് 15,54,00,000 രൂപ എന്നിങ്ങനെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട മറ്റൊരു വിവരം,
ഇത്തരത്തിൽ സന്ദർശനം നടത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന വലിയ വിമർശനം ഇത്രയും കോടി രൂപ പൊതുഖജനാവിന് നഷ്ടമല്ലേ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി കൂടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പ് 2 ടേം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വിവിധ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള സന്ദർശനം, അതിനുവേണ്ടി ചെലവാക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ, ഈ കണക്കുകൾ കൂടി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം ചേർത്ത് വെച്ച ഒന്ന് എന്നത് പ്രധാനമന്ത്രി ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയതിൻ്റെ ഫലമായി 2021 മുതൽ 2025 വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, പലതരത്തിലുള്ള നിക്ഷേപം ഉണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ നേരിട്ടുള്ള FDI എന്ന നിലയിൽ തന്നെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി നേരിട്ട് വന്ന വിദേശ നിക്ഷേപത്തിൻ്റെ കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അത് $381.8 ബില്യൺ ആണ് എന്നതാണ്. അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുമ്പോൾ ഇന്ത്യയുടെ ഖജനാവിന് കോടികൾ നഷ്ടമാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പല മടങ്ങ് തുക ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദിക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്ത്രപ്രധാനമായ നിരവധി കരാറുകളിലും നരേന്ദ്രമോദി ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാറിൻ്റെ വിശദാംശങ്ങളിൽ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കരാറുകളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കരാറുകൾ, വിദ്യാഭ്യാസം, ബഹിരാകാശം എന്നീ കരാറുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനങ്ങളിൽ ഊന്നൽ നൽകുന്നുണ്ട്. ഒപ്പം വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരം, അതാണ് എടുത്തു പറയേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര കരാർ നമുക്കറിയാം, സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് പോയ സാഹചര്യം, അമേരിക്ക ഇന്ത്യക്ക് മേൽ ട്രേഡ് ചുങ്കം ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മറ്റു പല രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജം, ഈ മേഖലകളിൽ കൂടിയാണ് ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഈ മേഖലകളിലേക്കെല്ലാം നേരിട്ടല്ലാതെയുള്ള നിക്ഷേപവും വ്യാപാര ബന്ധങ്ങളിലൂടെ ഇന്ത്യക്ക് വരുമാന നേട്ടവും കൈവരിക്കാനായി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.